2012 മൈലാഞ്ചി സീസൺ 1 ടൈറ്റിൽ വിന്നറായ ആസിഫ് കാപ്പാടാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. വെൽക്കം ആസിഫ്. വെൽക്കം. ദുബായിൽ നിന്ന് ഇപ്പൊ ഖത്തറിലെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്? ആദ്യം തന്നെ പറയാ, ഒരുപാട് ആളുകളുടെ ഒക്കെ സ്നേഹ മനസ്സുകൊണ്ട് നമ്മളൊക്കെ പരിഗണിക്കുന്നതിൽ തന്നെ വളരെ സന്തോഷം. പിന്നെ ഈ ഖത്തറിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, അത്രയും നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസും ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ഖത്തറിൽ വരാനും സാധിക്കുന്നത് വലിയ ഇങ്ങനെയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ പാട്ടുകൾ അല്ലെങ്കിൽ നല്ല പാട്ടിനെ അല്ലെങ്കിൽ ഏറ്റവും നല്ല സംഗീതത്തെ ആസ്വദിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സുള്ള ഒരു നാട് കൂടിയാണ്. എങ്ങനെയാണ് മൈലാഞ്ചിയിലേക്ക് വന്നത്? അതൊന്ന് പറയാം. മൈലാഞ്ചി കുറെ കാലം ഇങ്ങനെ പാട്ടൊക്കെ പാടി കിടന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം സ്കൂൾ കാലഘട്ടത്തിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുക്കുന്ന സമയത്തെ പിന്നെ നമ്മളോടുള്ള ആ ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. ആ ഒരു അനീഷ് മാഷ് എന്നുള്ള ആ ഒരു സാറിന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വലിയ നന്ദി കേടാവും. കാരണം ആ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് ഞാനൊരു കലാകാരനായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് എന്നെ പൂക്കാട് കലാലയം എന്നുള്ള സ്ഥാപനത്തിലേക്ക് മോൻ അവിടെ ഒന്ന് പഠിക്കണം എന്നൊക്കെ അന്ന് ഉപദേശിച്ചു. കുറച്ച് ആ ഒരു സാറ് പറയുന്ന ആ ഒരു സമയത്ത് പോയിട്ട് കുറച്ച് ക്ലാസ്സിനിരിക്കും, പിന്നെ പഴയ പരിപാടിയല്ല. ഇപ്പം ദുബായില് ഷോ കഴിഞ്ഞല്ലേ? ദുബായില് കേട്ടിട്ടുണ്ട് GCC വെച്ചിട്ട് ദുബായില് ആസിഫ് ഇല്ലാതെ ഷോ നടക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല, എങ്കിലും നമ്മളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ട് എല്ലാവരും. കാരണം അത് ദുബായിന്റെ ഒരു നന്മയാണ്. കാരണം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് പ്രവാസി സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ആ ഒരു സപ്പോർട്ടും പിന്തുണയും കൊണ്ട് തന്നെയാണ് ഓരോ പ്രോഗ്രാമും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ ദുബായിൽ അടുത്ത് ഷംന കാസിമിലൂടെ അജ്നബി എന്ന് പറഞ്ഞ ഒരു അതെന്തായിരുന്നു അതിന്റെ ബാക്കിലുള്ള ഒരു ഇത്? അതോടൊപ്പം തന്നെ ഒരു പാട്ടും പാടാം. ഈ സെയിം പാട്ട് അതൊരു നമ്മുടെ ഷെഫീൽ കണ്ണൂർ, അവന്റെ അടുത്ത സുഹൃത്താണ്. ഷെഫീലിന്റെ ഷോ ആയിരുന്നത്. അപ്പോൾ ആ ഷോന് പിന്നെ ഷംന കാസിം ആ ഉള്ള കാലം അവര് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന കാലം തൊട്ടേ നമ്മൾ പല വേദികളും കാണാറുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രയും പരിചയമുള്ള ആളാണ്. പക്ഷെ പാട്ടുകളെ ഈ പ്രത്യേകിച്ച് ഹിന്ദി പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, ആളെന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടിയപ്പോ അത് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ പാടിയതാണ്. അതെ, അത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സ്വീകരിച്ചു. കൂടുതൽ ഹിന്ദി, കാരണം നമുക്ക് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞാല് ഹിന്ദി പാട്ടുകൾ പാടുമ്പോ ഒരു പ്രത്യേക ഒരു പരിഗണന എല്ലാവരും. അത് ആസിഫിന്റെ വോയിസിന് അതുണ്ട് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാ പാട്ടിനും അപേക്ഷിച്ച് ഹിന്ദി നമ്മൾ മാപ്പിളപ്പാട്ട് പാടിയാലും ഹിന്ദി പാടിയാലും മലയാളം പാടിയാലും എല്ലാരും പറയാ ആ ഉദിച്ചിയുടെ ഒരു പാട്ട് പാടണം. അതിലേക്ക് ഞാൻ വരാം. ഇപ്പം അജ്നബി ഒരു टुकड़ों मैं जी रहा हूँ, मैं यहाँ टुकड़ों मैं जी रहा हूँ, तू कहीं टुकड़ों में जी रहे हैं. है अजनबी तू भी कभी आवाज दे कहीं से. है अजनबी तू भी कभी आवाज दे कहीं से. मैं यहाँ टुकड़ों मैं जी रहा हूँ, मैं यहाँ टुकड़ों मैं जी रहा हूँ, तू कहीं टुकड़ों में जी रहे हैं. है अजनबी तू भी कभी അസാധ്യം. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ പാട്ട് പാടി കഴിയുന്ന ഉടനെ ഓഡിയൻസിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആസിഫ് ഇപ്പം പറയുമ്പോൾ ഞാൻ അതാണ് നിൽക്കുന്നത്. ആ വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ഓഡിയൻസിൽ നിന്ന് ആസിഫിനെ ആ പാട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് എപ്പോഴും എവിടെ പോയാലും നമ്മളോട് പാടാൻ പറയുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. പിന്നെ ഞാൻ ആസിഫിൽ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേജിലല്ല ആസിഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഓഡിയൻസിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിട്ടുള്ള അത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഒരു വൈബ്? ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൗഹൃദങ്ങളാണ് നമ്മളെല്ലാം. ഒരു അത്രയും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും ആ വേദിയിൽ നിന്ന്. കാരണം അവരെന്നെ ആവേശത്തിലായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് പോകാൻ എന്തുകൊണ്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഓഡിയൻസ് തന്നെ. അതെ.
ഓഡിയൻസ് ഇല്ലേ, നമ്മളില്ലല്ലോ. തീർച്ചയായിട്ടും. ഏകദേശം നമ്മളെ പാട്ടുകൾ ഏത് കാറ്റഗറിയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ആ ഒരു ഓഡിയൻസിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ചിട്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്താൽ മതി. കാരണം നമ്മളെ ആസ്വദിക്കാൻ, നമ്മളെ കേൾക്കാൻ വരുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പാടാൻ നിന്നാല് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഏത് ആർട്ടിസ്റ്റ് പാടിയാൽ. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ്? മാപ്പിളപ്പാട്ടിലേക്ക് ഇറങ്ങിയ ഈ മൈലാഞ്ചിയിൽ വന്നത് ഒരുപാട് മാപ്പിളപ്പാട്ട് സോങ്ങിൽ കൂടിയിട്ടാണല്ലോ മൈലാഞ്ചിയിലേക്ക് എൻ്റെ. അപ്പം അതിന്റെ ഒന്ന് മാപ്പിളപ്പാട്ടിന്റെ വലിയ സ്വാധീനം എന്ന് പറയാൻ, മാപ്പിളപ്പാട്ട് എന്നെ കൂടുതൽ ആകർഷിച്ചത് മൂസക്ക എന്നുള്ള എരഞ്ഞോളി മൂസക്കയുടെ പാട്ടും കണ്ണൂർ ഷെരീഫ്ക്കാരുടെ പാട്ടുമാണ് കൂടുതൽ. ആ പാട്ടുകൾ കേട്ടിട്ടാണ് മാപ്പിളപ്പാട്ടിനോടുള്ള ഒരു താല്പര്യം, ഒരു ഇഷ്ടം കൂടി വന്നത്. കൂടുതലും ഞാൻ മൈലാഞ്ചി തന്നെ എടുത്ത് നോക്കി അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് അങ്ങനെ കുറെ പാട്ടുകളുണ്ട്, ഇഷ്ടം ഒരുപാടുണ്ട്. പക്ഷെ എങ്കിലും മൈലാഞ്ചിയിൽ ഞാൻ പാടിയൊരു പാട്ട് മൂസക്ക, 2 മൂസക്കാരെ പറയാതെ വയ്യ. ഒന്ന് നമ്മുടെ താജുക്കയുടെ വാപ്പ എം കുഞ്ഞു മൂസക്ക, പിന്നെ എരഞ്ഞോളി മൂസക്ക. അവര് രണ്ടാളും കോമ്പോയിലുണ്ടായ ഒരു പാട്ടാണ്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെവിടെ, പൊന്മണിപ്പൂങ്കുയിലെവിടെ, ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസമെവിടെ, രാഗസുധാരസം എവിടെ, എവിടെ. ഈ പാട്ടാണ് മൈലാഞ്ചിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടിയ സോങ്, ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സോങ്. അതേപോലെ തന്നെ ഇപ്പൊ GCCന്റെ കാര്യം പറഞ്ഞു, നാട്ടില് എങ്ങനെയാണ് പ്രോഗ്രാംസുകളൊക്കെ? നാട്ടിലും നമ്മളെ കൂടുതൽ ഇങ്ങനെയുള്ള സാംസ്കാരിക സംഘടനകൾ, പിന്നെ മാരേജ് ഫംഗ്ഷനുകൾ, എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. സെലിബ്രിറ്റീസിന്റെ കൂടെ ഒരുപാട് സ്റ്റേജുകൾ അല്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ്? മിക്ക പരിപാടികളിലും എങ്ങനെയുള്ള ഏതെങ്കിലും നല്ല പാട്ടുകാരുണ്ടാവുമല്ലോ നമ്മളിവിടെ. അത് നല്ല അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അവരെ കൂടാൻ പറ്റും നമ്മളൊരു ഭാഗ്യമല്ലേ. അതാണ്. എന്നാലും അങ്ങനെ ഉണ്ടാവല്ലോ എടുത്തു പറയാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർത്ത് വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ? അത് ലൈഫിൽ ഞാൻ ഷെരീഫ് ഖാന്റെ കൂടെയുള്ള ഒരു നല്ലൊരു മൊമെന്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ. കാരണം ഏഷ്യാനെറ്റിൽ തന്നെ ഞങ്ങൾ പാടിയ ഒരു പാട്ട് എന്തോ അത് ടെലികാസ്റ്റ് ചെയ്യാണ്ട് പോയി. അതൊരു എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു മറക്കാനാവാത്തൊരു മൊമെന്റ് ആയിരുന്നു അത്. ശരി, ഇനി എന്തെങ്കിലും റീസൺ കൊണ്ട് ആണോ ടെലികാസ്റ്റ്? അതോ എന്തോ അത് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പം ആസിഫിന് ഏതാണ്, ആരുടെ പാട്ട് സെലക്ട് ചെയ്യാനാണ് കൂടുതൽ? ഒരുപാട് എനിക്ക് തോന്നുന്നു ഉദിച്ചിയുടെ പാട്ടുകളാണ് കൂടുതൽ. പിന്നെ കുമാർ സാനും റഫീ സാബ്, കിഷോർജി, കുമാർ സാനുവിന്റെ സംസാരത്തിനെക്കാട്ടില് പ്രേക്ഷകർക്ക് പാട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. തൂ മേരി ജിന്ദഗി ഹൈ, തൂ मेरी हर खुशी है, तू ही प्यार, तू ही चाहत, तू ही आशिकी है, तू मेरी जिंदगी है, तू मेरी हर खुशी है. താങ്ക് യു. ഇപ്പം എന്താ പറയാ, ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സൂഫി ഗാനങ്ങൾ അല്ലേ? അപ്പൊ അതില് കാപ്പാട് ബ്രദേഴ്സ് എന്നുള്ള അതിന്റെ ഒരു എന്താണ്? കാപ്പാട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലാണ്. ഞാനും എൻ്റെ ബ്രദർ അഫ്സൽ ബിലാൽ, അതുപോലെ തന്നെ ഹഫീദ്, അബ്ദുൽ ജലീൽ, KM കിനാശ്ശേരി, അങ്ങനെ ഒരു ടീമാണ് ഞങ്ങളെ പുതിയ പാട്ടുകളിലൊക്കെ പ്രത്യേകിച്ച് സൂഫി റെസ്റ്റോറൻറ്റിൽ വരുന്ന പാട്ടുകളൊക്കെ തന്നെ ആ ഒരു ചാനലിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, ആ ഒരു ചാനലിലൂടെയാണ്. പിന്നെ എന്താ പറയുക, കൂടുതലായിട്ട് കാപ്പാട് ബ്രദേഴ്സിന്റെ ലാബിൽ തന്നെ ഒരുപാട് ഖവാലി പ്രോഗ്രാമുകളും ചെയ്തു വരുന്നുണ്ട്. അറിയാൻ കഴിഞ്ഞത് ആ കാപ്പാട് ബ്രദേഴ്സ് എന്നുള്ള ഇതില് ആസിഫ് തന്നെ മ്യൂസിക് ചെയ്ത സോങ്സ് ഉണ്ടല്ലോ. ഒട്ടുമിക്ക പാട്ടുകൾ എന്ന് പറഞ്ഞാല് പിന്നെ ഈ വളരെ പോപ്പുലർ ആയിട്ടുള്ള മാപ്പിളപ്പാട്ടിലെയും ഹിന്ദി ഖവാലികളുടെയും ട്യൂണുകളാണ്. കാരണം ഇപ്പോൾ ഒരു കവിക്ക് എഴുതണമെങ്കിൽ മുമ്പുള്ള കവികളൊക്കെ കൂടുതൽ സൂഫിയാക്കൾ
പിന്നെ ഈ പഴയ പാട്ടുകൾ ഒരു മീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളൊക്കെ അതിന്റെ ട്യൂൺ എടുത്തിട്ടാണ് എഴുതാറുള്ളത്. അതിനെ ഒരു എന്താ പറയാ പുതിയ ശൈലിയിൽ, ഒരു ഓർക്കസ്ട്രേഷനിൽ പുതിയ സ്റ്റൈലിലും, പിന്നെ അതുപോലെ പഴയ പാട്ടുകളെ ഒരു ട്യൂണും വെച്ചിട്ടാണ് അധികം പാട്ടുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാവാറ്. ഇടയ്ക്കൊക്കെ നമ്മൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു പാട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു വിടുന്ന പാട്ടുകളുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ട്, ലൈലാനെ കണ്ടൊരു മജ്നൂൻ മറ്റൊന്നും കാണാതായി, ലൈലാനെ കേട്ടൊരു മജ്നൂൻ മറ്റൊന്നും കേൾക്കാതായി, മഴ പെയ്താലും നനയാതായി, മുറിവേറ്റാലും അറിയാതായി, മഴ പെയ്താലും നനയാതായി, മുറിവേറ്റാലും അറിയാതായി, മതിൽ കെട്ടിനകത്താണേലും മറയില്ലാതായി, അർപ്പിക്കാൻ കഴിയുമെങ്കിൽ സ്നേഹിച്ചോളി, ആരാരും കാണാത്തവിടെ പാർപ്പിച്ചോളി, അർപ്പിക്കാൻ കഴിയുമെങ്കിൽ സ്നേഹിച്ചോളി, ആരാരും കാണാത്തവിടെ പാർപ്പിച്ചോളി, നെഞ്ചകമിൽ കൊണ്ടു നടക്കാനാളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണിയാമനുരാഗത്തിൽ. പ്രണയത്തിന്റെ വളരെ എന്താ പറയാ അല്ലേ, തീവ്രമായ അതെ അതെ, ലൈല മജ്നു അടിപൊളി. അത് ആസിഫിന്റെ സൗണ്ടിൽ ഗംഭീരം, പ്രേമഭാജനത്തിനോടുള്ള പ്രണയമാണ് കേട്ടോ, തീർച്ചയായിട്ടും ഗംഭീരം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യം, എങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ? ഫാമിലി 3 മക്കളാണ്, വൈഫ് ഹൗസ് വൈഫാണ്. അവരൊക്കെ സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട്. അത് മക്കളും വൈഫൊക്കെ നല്ല സപ്പോർട്ട്. വൈഫ് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും? എല്ലാവർക്കും പാട്ടിനോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. പാട്ട് പാടാനും പാട്ടിലേക്ക് കൂടുതൽ നിറഞ്ഞു നിൽക്കാനൊക്കെ ആഗ്രഹവും ഉള്ള ആൾക്കാരാണ്. പിന്നെ കൂട്ടത്തിൽ കൂടുതൽ മോളെ ഞാൻ പാടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു വർക്കിൽ ഞാൻ പാടിച്ചിട്ടുണ്ടായിരുന്നു മോളിപ്പോ 2-3 പാട്ട് പാടി. ചെറിയ മോള അല്ല, മോളിപ്പോ 9ാം ക്ലാസ്സിൽ. പിന്നെ ചെറിയ മോനും ഇങ്ങനെ പാടി വരുന്നുണ്ട്. മൂത്ത ആള് പിന്നെ പാട്ടിനോട് താല്പര്യമൊക്കെയാണ്. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ബേസ് എന്താണ് അവർക്ക് എന്താണോ താല്പര്യം അത് പഠിക്കട്ടെ. റിയാലിറ്റി ഷോയിലൂടെ ആണല്ലോ ആസിഫിന്റെ എൻട്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ റിയാലിറ്റി ഷോ അന്നൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ ആ വീടൊക്കെ വിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിട്ടാണല്ലോ പ്രോഗ്രാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഫിന്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ശരിക്ക് ഈ ചാനൽ റിയാലിറ്റി ഷോ നല്ലൊരു അനുഭവമാണ്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാനും പ്രത്യേകിച്ച് മ്യൂസിക്കലി അറിയാൻ, കാരണം അത്രയും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ നമുക്ക് നമ്മുടെ പാനൽ ജഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ നല്ല നല്ല എക്സ്പീരിയൻസുകളും പിന്നെ നല്ല നല്ല അനുഭവങ്ങളും സംഗീതത്തിലായാലും ലൈഫിലായാലും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ചാനലിൽ ഒരു എപ്പിസോഡിൽ ഞാൻ ഏകദേശം 2011 ലാസ്റ്റാണ് തോന്നുന്നു മൈലാഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത ഒരു 2 എപ്പിസോഡ് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ ഉമ്മ മരണപ്പെടുന്നത്. അപ്പോൾ മരണപ്പെടുന്ന ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിട്ടുള്ള ഒരു ആളാണ്. കാരണം എന്നെ ഉമ്മയെക്കാള് എന്നെ പരിചരിച്ച് നോക്കിയ എൻ്റെ ഉമ്മാമാണ്. അത് ഒട്ടുമിക്ക ആളുകൾ എൻ്റെ നാട്ടുകാരായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങളെ 3 പേരെയും പരിചരിച്ച് കൂടുതലായിട്ട് ഉമ്മാമയാണ്. അപ്പം ഭയങ്കര റിലേറ്റഡ്, ഭയങ്കര സ്നേഹത്തിന്റെ ഒരു ലോകമായിരുന്നു ആ ഉമ്മാമ എന്ന് പറയുന്നത്. അപ്പൊ ആ ഉമ്മാമ വിട്ടു പിരിഞ്ഞ സമയത്തായിരുന്നു ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എപ്പിസോഡിൽ ഞാൻ പാടിപ്പോ എന്റെ പിടുത്തം വിട്ടുപോയ ഇമോഷണൽ ഒരു ഫീൽ ആയിരുന്നു ആ സമയം. അന്ന് ബാബുഖാന്റെ ഒരു പാട്ടായും പാടി, അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ, എല്ലാരും യതീമുകൾ.
ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും യത്തീം യത്തീം. ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കുടിൽ, ഇന്നത്തെ മർദിതൻ നാളത്തെ സുൽത്താൻ. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും യത്തീമുകൾ, എല്ലാരും എല്ലാരും യത്തീമുകൾ, യത്തീമുകൾ. ഒരു കാര്യം കൂടി, ഒരുപാട് പാട്ടുകൾ ഒരുപാട് സ്റ്റേജുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബിഗ് സ്ക്രീനിലേക്ക്, ഐ മീൻ ഫിലിമിലേക്ക് പാടാനുള്ള എന്തെങ്കിലും ഒരു എൻട്രി അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അവസരം എനിക്ക് അങ്ങനെയുള്ള ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും കുറവാണ്. അങ്ങനെ കൂടുതലായിട്ട് എനിക്കറിയില്ല, അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാരൊന്നും എനിക്കറിയില്ല. ആകെ അറിയുന്ന കുറച്ച് വളരെ വിരലിലുണ്ടാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അതുണ്ടാവട്ടെ. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് എല്ലാരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഞാൻ കുറെ കാലങ്ങളായിട്ട് ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടുമില്ല. എന്തായാലും പഠിച്ച എല്ലാം ഇവിടം വരെ എത്തിയതൊക്കെ ദൈവാധീനം കൊണ്ടാണ്, റബ്ബിന്റെ സഹായം കൊണ്ടാണ്. ഇനി തുടർന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാ. എന്തായാലും ഒരുപാട് സന്തോഷം. 121 മീഡിയ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങളുള്ള ഒരു എന്താ പറയുക, ഒരു സംഗമ കേന്ദ്രമാണ്. എന്തായാലും ഈ 121 മീഡിയക്ക് ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കും. അപ്പം ഒരുപാട് തിരക്കാണെന്ന് അറിയാം. എന്തായാലും നമുക്കിങ്ങനെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ടൈം തന്നതിന് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ആസിഫിന്റെ എന്താ പറയുക ശബ്ദത്തിലൂടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.